നമ്മുടെ ഇന്നത്തെ ഒരു കിടിലൻ ട്രിപ്പാണ് കേട്ടോ. പാലക്കാട് നിന്ന് പറമ്പിക്കുളത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആനവണ്ടിയിൽ 117 രൂപയ്ക്ക് 90 കിലോമീറ്റർ കേരളത്തിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട് വഴി വീണ്ടും കേരളത്തിലേക്ക്, അത് തമിഴ്നാട് കേരള വനമേഖലയിലൂടെ പോകുന്ന വഴിക്ക് പാലക്കാടിൻ്റെ ഗ്രാമക്കാഴ്ചകളും തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളും തെങ്ങിൻ തോപ്പുകളും റോഡിൻ്റെ ഇരുവശത്തായിട്ടുള്ള പുളിമരങ്ങളും അങ്ങനെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി യാത്രയാണ് നമ്മുടെ പാലക്കാട് നിന്ന് പറമ്പിക്കുളത്തേക്ക് KSRTC ബസ്സിലുള്ള ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. ഗൈസ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് ഉള്ളത്. നമ്മൾ കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ കൂടുതലും ബഡ്ജറ്റ് ട്രിപ്പുകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ബഡ്ജറ്റ് ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് പറമ്പിക്കുളത്തേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. അതും ഒരു നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ഒരു ബിരിയാണി കഴിക്കാവുന്ന പൈസയ്ക്ക് നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോയിട്ട് വരാം കേട്ടോ. അതാണിത്. ഇന്ന് ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഓപ്പോസിറ്റാണ് കേട്ടോ KSRTC ബസ് സ്റ്റാൻഡ്. അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നതാണ്. പറമ്പിക്കുളം യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും തമിഴ്നാട് വഴി മാത്രമാണ് പറമ്പിക്കുളത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് കേരളത്തിൻ്റെ ഒരു സ്ഥലം കാണാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട് വഴി വീണ്ടും കേരളത്തിലേക്ക്. അപ്പോൾ ഈ യാത്രയുടെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് ഇനോഗ്രേഷൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ പണി പൂർത്തിയായി ഇത് ഓപ്പൺ ആയത്. ഇത് നമ്മൾ എൻട്രൻസ് വഴി നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ യാത്രക്കാർക്ക് ഇരിക്കാനായിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഇൻഫർമേഷൻ സെൻറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരേ സമയം 9 ബസ്സുകൾ നിർത്താൻ പറ്റുന്ന ഒരു യാർഡാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ബസ് നിർത്തുന്നതിൻ്റെ മുമ്പിലായിട്ട് ഓരോ സ്ഥലത്തിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ തമിഴ്നാടും കർണാടകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ അവരവരുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കും ആ ഒരു സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വായിക്കാനും കുറച്ച് ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് ആകെ ഒരു ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നത്. പിന്നീട് തമിഴ്നാടിൻ്റെ ഒരു ബസ്സുണ്ട്, അത് പൊള്ളാച്ചിയിൽ നിന്നാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും ഒക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പാലക്കാട് നിന്നുള്ള ഈ ബസ് എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് ഇവിടെ നിന്ന് എത്തുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്, കൊഴിഞ്ഞാമ്പാറ, ഗോപാലപുരം, പൊള്ളാച്ചി, ആനമല, പറമ്പിക്കുളം ഇങ്ങനെയാണ് കേട്ടോ റൂട്ട്. അപ്പോൾ നമ്മുടെ ബസ് കൃത്യം 8 മണിക്ക് തന്നെ ഇവിടെ നിന്ന് KSRTC ബസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ ഒരു 8:15 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ബസ്സിൽ കയറാൻ സാധിക്കും. 8:20 സ്റ്റേഡിയത്തിൽ നിന്നെടുത്ത ബസ് നേരെ കൽമണ്ഡപം ചന്ദനാർ സർവീസ് റോഡ് വഴി നേരെ കയറി പൂട്ടുപാത എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വരും. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഞ്ചിക്കോട്, വാളയാർ, കോയമ്പത്തൂരാണ്. നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്കാണ് പൊള്ളാച്ചി റോഡുള്ളത്. അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് നിരവധി KSRTC ബസ്സുകളും തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. എങ്കിലും നമുക്ക് പറമ്പിക്കുളത്തേക്ക് ആകെ ഈ ഒരു ബസ് മാത്രമാണ് സർവീസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 117 രൂപയാണ് പറമ്പിക്കുളത്തേക്കുള്ള ബസ് ചാർജ് എന്ന് പറയുന്നത്. ഈ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് പറമ്പിക്കുളമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉണ്ട്. 4 മണിക്കൂർ സമയം എടുത്താണ് നമ്മൾ പറമ്പിക്കുളത്ത് എത്തിച്ചേരുക. നമ്മളങ്ങനെ പാലക്കാടിൻ്റെ ഗ്രാമക്കാഴ്ചകളും കണ്ടിട്ടുള്ള ഈ യാത്രയാണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ പാലക്കാടിലെ ഗ്രാമക്കാഴ്ചകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ കേരളത്തിലെ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇത് ടൈഗർ റിസർവ് മേഖല ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 2 വീലേഴ്സിനൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മളിത് പൊള്ളാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആനമലൈ, സേതുമലൈ, ടോപ്പ് സ്ലിപ്സ്, പറമ്പിക്കുളം ഇതൊക്കെയാണ് ഈ റൂട്ടിലെ പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വന്യമൃഗങ്ങളെ കാണാനുള്ള ചാൻസും കൂടുതലാണ് ഫോറസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരിക്കലും ഈ യാത്രയിൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഏതൊക്കെ മൃഗങ്ങളെ കാണുന്നുള്ളതൊന്നും. കാരണം ഫോറസ്റ്റ് അല്ലേ, നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആന, കാട്ടുപോത്ത്, മാന്, മ്ലാവ്, മയില്, ചുരുക്കം പുള്ളിപ്പുലികൾ വരെ ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഗോപാലപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഫുള്ള് പൊള്ളാച്ചിയുടെ ഭാഗങ്ങളാണ്. പൊള്ളാച്ചിയുടെ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് തെങ്ങിൻ തോപ്പുകളാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിനടുത്ത് എത്താറായിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നമുക്ക് തമിഴ്നാടിൻ്റെ 2 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഒന്ന് രാവിലെ 6 മണിക്കും പിന്നെ വൈകിട്ട് 3 മണിക്കുമാണ്. രാവിലെ 6 മണിക്ക് പോകുന്ന ബസ് പറമ്പിക്കുളത്ത് നിന്നും 8 മണിക്കും 3 മണിക്ക് പോകുന്ന ബസ് വൈകിട്ട് 6 മണിക്കുമാണ് തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് വരുന്നത്. നമ്മളീ പോകുന്ന ബസ് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് നമ്മൾ പറമ്പിക്കുളത്ത് എത്തിച്ചേരുക. 12:30 തന്നെ ഇത് തിരിച്ച് പാലക്കാട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് 55 കിലോമീറ്ററാണ് പറമ്പിക്കുളത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സേതുമല ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഫോറസ്റ്റ് സ്റ്റാർട്ടാവുന്നത്.
അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതിയിൽ നിന്നും നമുക്ക് പറമ്പിക്കുളത്തേക്ക് ഒരു ഹിഡൻ പാതയുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജീപ്പ് സഫാരിയിൽ ആ ഒരു റോഡിൻ്റെ പാതി വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ പൊള്ളാച്ചി നമുക്ക് കാണാനായിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകാം, വാൾപ്പാറ, മൂന്നാർ, അങ്ങനെ ഒരുപാട് നല്ല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് പോകാൻ സാധിക്കും. പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇതാ 2 റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് കുറേ പുളിമരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മളങ്ങനെ ആനമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പറമ്പിക്കുളത്തോ അല്ലെങ്കിൽ ടോപ്പ് സ്ലിപ്സിലോ ഒന്നും സ്റ്റേ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ പൊള്ളാച്ചി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആനമല വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സ്റ്റേയും റൂംസും ഇതൊക്കെ അവൈലബിൾ ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു മാസാണി അമ്മൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മളങ്ങനെ പൊള്ളാച്ചിയുടെ ഗ്രാമപ്രദേശങ്ങളും കൃഷിയിടങ്ങളും ഇതെല്ലാം കണ്ട് നമ്മൾ സേതുമലയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുങ്ങിയ റോഡുകളാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സേതുമല ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കാഴ്ചയുടെ ഭംഗി കൂടും. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ഫോറസ്റ്റിനകത്തേക്കാണ് കേട്ടോ പ്രവേശിക്കുന്നത്. സേതുമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ പിന്നീടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളായിരിക്കും നമുക്ക്. ഇപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് വാൾപ്പാറയുടെ മലനിരകളാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് സേതുമല ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്വകാര്യ വാഹനങ്ങളിലും കൊണ്ടാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം ഒരു ഹെഡിന് 30 രൂപയാണ് ചാർജസ്. അതുകൂടാതെ വണ്ടിക്ക് വേറെ എക്സ്ട്രാ ഫീസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അതിനകത്ത് ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പോൾ രാവിലെ 7 മണി മുതലാണ് ചെക്ക് പോസ്റ്റ് തുറക്കുക. രാവിലെ 6 മണിക്ക് നമുക്ക് പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് പറമ്പിക്കുളത്തേക്ക് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. അപ്പോൾ ആ ബസ്സിൽ വരികയാണെന്ന് പറഞ്ഞാൽ അത് 7 മണിക്ക് മുമ്പായിട്ട് നമുക്കിവിടെ ഈ സേതുമല ചെക്ക് പോസ്റ്റിൽ എത്താൻ സാധിക്കും. അപ്പോൾ ആ ബസ് കടത്തിവിട്ടതിന് ശേഷമായിരിക്കും കൂടുതലും സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുക. അപ്പോൾ ആ ബസ്സിലൊക്കെ ആദ്യം പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിൽ കയറി പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനിമൽ സൈറ്റിങ്സിനൊക്കെ ചാൻസ് കൂടുതലാണ്. കാരണം രാവിലെ നേരത്തെ അല്ലേ. നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിനകത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം 10-11 ഹെയർപിൻ ബെൻഡുകൾക്ക് ശേഷമാണ് നമ്മൾ തമിഴ്നാടിൻ്റെ മറ്റൊരു ചെക്ക് പോസ്റ്റായ ടോപ്പ് സ്ലിപ്സിലെത്തുന്നത്. നമ്മളിപ്പോൾ KSRTC ബസ്സിലാണ് വരുന്നതുകൊണ്ട് തന്നെ യാതൊരു പാസോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ട ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ. കാട്ടിനകത്തൂടെ അത് KSRTC ബസ്സിൽ ഒരു മനോഹരമായിട്ടുള്ള അനുഭവം തന്നെയാണ് കേട്ടോ നമുക്കത്. അപ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ടും വിസിറ്റേഴ്സൊക്കെ വരുന്നത് ആഫ്റ്റർനൂണാണ്. അപ്പോൾ 2-3 മണിക്ക് 2 മണി 3 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നമുക്ക് തിരിച്ച് ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ സാധിക്കും. ആ ഒരു ബേസിലാണ് കൂടുതൽ ആളുകളും ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേ ഉണ്ട്, പിന്നെ ജംഗിൾ സഫാരി, ട്രെക്കിങ്, അങ്ങനെ ഒരുപാട് പാക്കേജുകളുണ്ട്. അപ്പോൾ നമുക്ക് ജംഗിൾ സഫാരി ഇതിൻ്റെയൊക്കെ ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനായി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സിൽ നിന്നും ഒരുപാട് പേര് ടോപ്പ് സ്ലിപ്സിൽ ഇറങ്ങാനുണ്ട്. ഞാൻ ഈ ബസ്സിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് പാലക്കാട്ടിലേക്ക് വന്നത്. തമിഴ്നാടിൻ്റെ 6 മണിക്ക് പറമ്പിക്കുളത്ത് നിന്ന് പൊള്ളാച്ചിലേക്ക് വരുന്ന ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ ആ ബസ്സിലാണ് കേട്ടോ ഒരുപാട് വർക്കേഴ്സ് പറമ്പിക്കുളത്തും ടോപ്പ് സ്ലിപ്സിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ആ ബസ്സിലാണ് കേട്ടോ തിരിച്ച് സേതുമലയ്ക്ക് മാനമലയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഞാനും ആ ബസ്സിൽ വരാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ 8:30-ാണത് പൊള്ളാച്ചി എത്തുക. 8:30 എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു 9:30-10 മണിയാവും നമുക്ക് പാലക്കാട് എത്താൻ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മളിത് അങ്ങനെ ടോപ്പ് സ്ലിപ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങാനുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിനി നേരെ പറമ്പിക്കുളത്തുള്ള യാത്രയാണ് കേട്ടോ. ഇനിയാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മളിപ്പോൾ കടന്നു വന്ന 2 ചെക്ക് പോസ്റ്റും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ കാടിൻ്റെ സെൻറ്ററിലൂടെയുള്ള യാത്രയല്ലേ. അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ ഡ്രൈവർ ചേട്ടൻ ഒരു ആനയെ ദൂരത്തായിട്ട് കാണിച്ചു തന്നത്. പക്ഷേ ആന നമ്മുടെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് അറിയില്ല. ആന പെട്ടെന്ന് നമ്മളെ കണ്ടതും വണ്ടി ആന കാട്ടിലേക്ക് മെല്ലെ മൂവ് ആയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് കേരള ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്വകാര്യ വാഹനത്തിനാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ KSRTC ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല.
നമ്മളങ്ങനെ ഫോറസ്റ്റിനകത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആനപ്പാടി പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആനപ്പാടി പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കേരളത്തിൻ്റെ ട്രക്കിങ്ങും കേരളത്തിൻ്റെ ജംഗിൾ സഫാരിയും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ട്രക്കിംഗ് പാക്കേജുകളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ബീർ പാത്ത്, പിന്നെ എലിഫൻറ്റ് സോങ്, പിന്നെ ബക്മാർക്ക്, അങ്ങനെ 3 ട്രക്കിംഗ് പാക്കേജുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ജംഗിൾ സഫാരിക്കായിട്ട് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ടിക്കറ്റ് കൗണ്ടർ, ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജംഗിൾ സഫാരിയുടെ ടിക്കറ്റ് കിട്ടും. ബാക്കി ടെൻറ്റ് സ്റ്റേയുടെയും പിന്നെ ട്രക്കിങ്ങിൻ്റെയും അതെല്ലാം നമ്മൾ ഓൺലൈനിൽ വേണം ബുക്ക് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അവരുടെ പറമ്പിക്കുളത്തിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. പറമ്പിക്കുളത്തെ ജംഗിൾ സഫാരി കവർ ചെയ്യുന്നത് 3 ഡാമും അവിടുത്തെ ചെറിയൊരു വില്ലേജും അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള കന്നിമര തേക്കുമാണ്. കന്നിമര തേക്കിന് ഏകദേശം 400 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഈട്ടി, ചന്ദനം, തേക്ക് എന്നിവയാണ് പറമ്പിക്കുളത്ത് കൂടുതലായി കാണപ്പെടുന്നത്. ജംഗിൾ സഫാരിക്ക് ഒരാൾക്ക് 400 രൂപയാണ് ചാർജ്. നമ്മളത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ ആനപ്പാടി ഫോറസ്റ്റ് ഓഫീസിനോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഓഫ്ലൈനായിട്ട് തന്നെ എടുക്കാം. ഏകദേശം 20 പേരായ മാത്രമാണ് കേട്ടോ സഫാരിയുടെ ബസ് സ്റ്റാർട്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, അത് തുണക്കടവ് ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സഫാരിയുടെ ബസ്സിൽ വരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നൊരു 10 മിനിറ്റ് നിർത്തും. നമുക്ക് ഇവിടെ നിന്ന് ഡാമിൻ്റെ വ്യൂവും ഒക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ KSRTC ബസ്സിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറമ്പിക്കുളം ഡാമും കന്നിമര തേക്കും മാത്രമാണ് കാണാതിരിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ സഫാരിയുടെ ബസ് പോകുന്ന അതേ സെയിം റൂട്ടിൽ തന്നെയാണ് കേട്ടോ KSRTC ബസ്സും പോകുന്നത്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ സ്റ്റോപ്പായ പറമ്പിക്കുളത്ത് കൃത്യം 12 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. 12:00-ക്കാണ് കേട്ടോ ഈ ബസ് തിരിച്ചിന് പാലക്കാട്ടിലേക്ക്. ഞാൻ ഈ ബസ്സിൽ തന്നെയാണ് തിരിച്ച് പാലക്കാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ട്രിപ്പ് തന്നെയാണ് പാലക്കാട് നിന്ന് പറമ്പിക്കുളത്തേക്കുള്ള ഈ KSRTC ബസ്സിലെ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജംഗിൾ സഫാരി എടുക്കുകയാണെങ്കിൽ തന്നെ ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ആനപ്പാടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എക്സ്ട്രാ കാണാൻ സാധിക്കുന്നത് ജംഗിൾ സഫാരിയിൽ കന്നിമരത്തേക്കും പിന്നെ നമ്മുടെ പറമ്പിക്കുളം ഡാമും മാത്രമാണ് എക്സ്ട്രാ നമുക്ക് ജംഗിൾ സഫാരി കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ബാക്കിയുള്ള എല്ലാ റൂട്ടും സെയിം. KSRTC ബസ്സിൻ്റെ റൂട്ടും ജംഗിൾ സഫാരിയുടെ റൂട്ടും സെയിം തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കുറേ ഇതുപോലത്തുള്ള യാത്രാ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.